അയൽരാജ്യങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതുവരെ ടെഹ്റാൻ അവരെ ലക്ഷ്യം വെക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ പറഞ്ഞു. എന്നാൽ ഇറാനെതിരായ ആക്രമണം ശക്തമാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനാൽ യുഎസുമായും ഇസ്രായേലുമായുമുള്ള യുദ്ധത്തിൽ കീഴടങ്ങില്ലെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇസ്രായേലും യുഎസും ഇറാനിൽ ഉടനീളം ആക്രമണം നടത്തി, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വ്യോമസേനയെ ലക്ഷ്യമിട്ട്. അതേസമയം ടെഹ്റാൻ അർദ്ധരാത്രി മുതൽ ഇസ്രായേലിന് നേരെ കുറഞ്ഞത് 8 മിസൈൽ ആക്രമണങ്ങളെങ്കിലും നടത്തി. അടുത്തിടെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്കിടെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നടത്തിയ നാടകീയമായ ഷർട്ട് ധരിക്കാതെയുള്ള പ്രതിഷേധം ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. ഇത് കോൺഗ്രസ് യുവജന വിഭാഗം മേധാവി ഉദയ് ഭാനു ചിബിന്റെ അറസ്റ്റിലേക്ക് നയിച്ചു. അദ്ദേഹം പ്രതിഷേധത്തിന് പിന്നിലെ യുക്തിയെക്കുറിച്ച് സംസാരിച്ചു. റാപ്പറിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ ബാലേന്ദ്ര ഷാ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ സ്വന്തം മണ്ഡലമായ ഛാപ 5-ൽ 49,614 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയത്. തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി വൻ വിജയത്തിലേക്ക് നീങ്ങുന്നതിനാൽ ബാലൻ എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഷാ നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഒലി സർക്കാരിനെ അട്ടിമറിച്ച ജനറൽ ഇസഡ് പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ആദ്യ വിജയമാണിത്. 2025-ലെ കോയമ്പത്തൂർ കൂട്ടബലാത്സംഗ കേസിലെ 3 പ്രതികളെയും കോയമ്പത്തൂരിലെ മഹിളാ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ശിവഗംഗ ജില്ലയിലെ സിംഗംപുണരി സ്വദേശികളായ ടി കറുപ്പസ്വാമി എന്ന സതീഷ്, സഹോദരൻ ടി കാളീശ്വരൻ എന്ന കാർത്തിക്, ഇവരുടെ അകന്ന ബന്ധുവായ മധുര ജില്ലയിലെ തവാസി എന്ന തവാസി എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടത്.